ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഐഫോൺ 15 സീരീസ് നമ്മുടെ 2025 എടുക്കണമെന്നാണ്. അതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു ഐഫോൺ 15 സീരീസ് യൂസറാണ്. ഞാൻ ആക്ച്വലി ഐഫോൺ ഇപ്പം എൻ്റെ സെക്കൻഡറി ആണ്. ഞാനിപ്പോൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സാംസങ് തന്നെയാണ്. പിന്നെ OnePlus 13 ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ സെക്കൻഡറി ഡിവൈസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. 18 നമ്മുടെ iOS 18 ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ പ്രൈമറി ഡിവൈസിൽ നിന്ന് iOS മാറ്റിയത്, അല്ലെങ്കിൽ ഐഫോൺ മാറ്റിയത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എനിക്ക് ഭയങ്കര ബഗ്ഗി ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിരുന്നു അത്. എൻ്റെ മെയിൻ ആയിട്ടുള്ള ബാങ്ക് ആപ്സുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. അങ്ങനത്തെ കുറച്ച് ഞാൻ അതിൻ്റെ ലൈവ് വീഡിയോസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ സെക്കൻഡറി ആയിട്ട് മാറ്റിയത്. അപ്പോൾ ഐഫോൺ 15 ബേസ് വരുന്നുണ്ട്. അതായത് 15 128 GB പ്രൈസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആമസോണിൽ 62 രൂപയ്ക്ക് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആമസോൺ ICC കാർഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടും, അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 60 രൂപ പ്രതീക്ഷിക്കാം. അപ്പോൾ ആ പ്രൈസിന് നമ്മൾ 2025 ഈ മോഡൽ വാങ്ങിക്കണം എന്നാണ് നമ്മളിന്ന് ഡീറ്റെയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 10 മാസം ആയിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് എടുത്ത് പറയേണ്ട കാര്യം, ഇതിൽ അവർ പറഞ്ഞ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. ഐഫോൺ 15 സീരീസിൽ തന്നെ പ്രോ സീരീസിൽ പോലും കറക്റ്റായിട്ട് നമ്മുടെ അവരുടെ ഗാലക്സി AI ഫീച്ചർ ഒന്നും ഗാലക്സി എന്നല്ല പറയുന്നത്, ആപ്പിൾ ഇന്റലിജൻസ് ഒന്നും കറക്റ്റായിട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അത് വെച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എടുക്കാൻ പോകുന്നുണ്ട്. അതാണെങ്കിൽ നിങ്ങൾ പിന്നെയും ബാക്കും 16 സീരീസ് എടുക്കായിരിക്കും. അതിലും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല, വേറെ കാര്യം. അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ അവർ നമ്മുടെ ഗൂഗിൾ ലെൻസിന്റെ ഫീച്ചർ ഉണ്ടെന്നല്ലോ, അതും ഇപ്പോൾ വന്നിട്ടുണ്ട്. അതും വലിയ കാര്യമൊന്നുമില്ല, ശോകം തന്നെയാണ്. നിങ്ങൾ ഓൾറെഡി പണ്ട് 10 രൂപയുടെ ഫോണിലൊക്കെ കണ്ടുവരുന്ന സംഭവം തന്നെയാണ്. അത് വലിയ പ്രത്യേകിച്ച് ആനക്കാരൊന്നുമില്ല. ഐഫോൺ മാത്രം ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അത് വലിയ ആനക്കാരായിരിക്കും, അല്ലാത്തവർക്ക് ആയില്ല. അപ്പോൾ ഞാൻ ആപ്പിൾ ഫാൻസിന് വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ ഇന്ന ബ്രാൻഡിന്റെ ഫാനൊന്നുമല്ല, ഞാൻ അതിന്റെ കസ്റ്റമർ മാത്രമാണ്. നമ്മളിപ്പോൾ അതിന്റെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാ ബ്രാൻഡ് ഇതുപോലെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതാണ്. ഞാൻ ആക്ച്വലി 3 ഫോണാണ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ മൂന്നാമത്തെ ഫോൺ എന്ന് പറയുന്നത് ഐഫോൺ അല്ല OnePlus ആണ്. അപ്പോൾ ഞാൻ ഈ മൂന്നാമത്തെ ഫോൺ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ അതിൽ എൻ്റെ പ്രൈമറി ബാങ്ക് ആപ്സുകളോ ഇൻവെസ്റ്റ്മെന്റ് ആപ്പുകളോ സംഭവമൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഓൾറെഡി നിങ്ങൾ കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ് ക്വാളിഫൈ ഉണ്ട്. നമ്മൾ സ്മാർട്ട് ഫോൺ അഗ്രികൾച്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ആപ്പും അതുപോലെ ട്രേഡിങ്ങിന്റെ ആപ്പും അങ്ങനെ സംഭവമൊക്കെ നമ്മുടെ പ്രൈമറി 2 ഡിവൈസിലും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 ഞാൻ അങ്ങനെ മാറ്റാറില്ല. ഞാൻ മെയിനായിട്ട് നമ്മുടെ വീഡിയോ പർപ്പസിന് മാറ്റുന്നത് നമ്മുടെ 3ാമത്തെ 4ാമത്തെ ഉപയോഗിക്കുന്ന ഫോണുകളാണ്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്ത് ഉപയോഗിക്കുന്നത് OnePlus. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ഇത് മാറ്റിയിട്ട് ഞാൻ Vivo X200 Pro എടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പിന്നെ ആദ്യം വിചാരിച്ചു നമ്മുടെ Xiaomi 15 എടുത്താലൊന്നും, പക്ഷേ ഞാൻ ഓൾറെഡി മുമ്പ് Xiaomi 14 ഉണ്ടായിരുന്നു. ഓൾറെഡി കണ്ടായിരിക്കും വീഡിയോ ഒക്കെ. അതായിട്ട് കാണാനോ എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്, വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. സ്പെക്സ് വൈസ് നോക്കിക്കഴിഞ്ഞാലും പ്രോസസ്സറിന്റെ ഡിഫറൻസും കാര്യമായിട്ടുള്ള ഡിഫറൻസ് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അത് എടുക്കില്ല. പക്ഷേ X200 Pro എടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. എന്താ ഇതിന് അത്യാവശ്യം നല്ല റീസെൽ വാല്യൂ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആമസോണിൽ നിന്ന് നോക്കിയപ്പോഴാണ് കണ്ടത്. ഓൾമോസ്റ്റ് 50 രൂപ 46 രൂപയൊക്കെ നമുക്ക് ഇതിന് കാണിക്കുന്നുണ്ട്. സ്ക്രീൻ എന്താ പറയാ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റീസെൽ വാല്യൂ, അതായത് എക്സ്ചേഞ്ച് വാല്യൂ വിത്ത് കാർഡ് ഓഫർ കിട്ടാം. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഡീലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കൊടുത്താലും ചോദിക്കാൻ പറയുമ്പോൾ ഇത് വാറണ്ടി ഒന്നും കഴിഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് ആരെങ്കിലൊക്കെ അത് ഫോൺ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതിട്ടാ. ഇത് ബ്ലാക്ക് കളറാണ്, 128 GB വേരിയന്റ് ആണ്, ബ്ലാക്ക് കളറാണ്. ഒരു സ്ക്രാച്ചസോ സംഭവം ഒന്നുമില്ല. വിത്ത് നമ്മുടെ എന്താ ടോട്ടമിന്റെ കേസ് വരുന്നുണ്ട്, മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള സ്ക്രീൻ ഗാർഡ് കൂടി വരുന്നുണ്ട്. ഒരു സ്ക്രാച്ചസോ സംഭവം ഒന്നുമില്ല. അതുപോലെ തന്നെ ബാറ്ററി 100% ആണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. ഇപ്പോൾ റീസെന്റ് ആണ് ഞാൻ അത് സെക്കൻഡറി ഡിവൈസ് ഒക്കെ ആക്കിയത്. പിന്നെ നമ്മുടെ ഇപ്പോൾ ആപ്പിൾ വാച്ച് അൾട്ര ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ആവശ്യമുള്ളവർക്ക് കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ അതിന് 99% ബാറ്ററി വരുന്നുണ്ട്. പിന്നെ എന്തൊരു കാര്യമായിട്ട് പറയാനുള്ളത് വേറെ ഒന്നും ഇല്ലല്ലോ. ബാക്കി എല്ലാം നോർമൽ നമ്മുടെ അൾട്ര ടൂലുള്ള അതേ സെയിം ഫീച്ചേഴ്സ് ആണ് തന്നെ, ലുക്കൊക്കെ സെയിം തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. ടൈറ്റാനിയം ഗ്രേ കളറാണ്. ഓൾറെഡി നമ്മൾ വീഡിയോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതിപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാനിത് കൊടുക്കാത്ത എന്താ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ സാധനം ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ഒരു പ്രോബ്ലം. എൻ്റെ ഓൾറെഡി ഉണ്ടാകുന്ന വേറൊരു ഐഫോൺ ഞാൻ ഓൾറെഡി കൊടുത്തു. അപ്പോൾ എൻ്റെ ഇപ്പം ഞാൻ ആകെയുള്ള ഒരു iOS ഡിവൈസ് അല്ലെങ്കിൽ ഐഫോൺ എന്ന് പറയുന്നത് ഈ സാധനം. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ നമ്മുടെ എന്താ വാച്ച് അൾട്ര ഉപയോഗിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അതിൽ നോട്ടിഫിക്കേഷനോ കാര്യമൊന്നും വരില്ല, എന്തെങ്കിലും അപ്ഡേറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറേ ഇഷ്യൂസുകളുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ മടിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആദ്യം ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് അപ്പം തന്നെ ഞാൻ കൊടുത്ത് വേറെ മാറ്റി. അപ്പോൾ അത് പോകാത്തത് കൊണ്ടാണ് ഞാൻ തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആപ്പിളിന്റെ ഇപ്പോൾ LX ഇട്ട് കഴിഞ്ഞാൽ ആപ്പിളൊന്നും പോകുന്നില്ല കേട്ടോ, പണ്ടത്തെ പോലെ ഒന്നല്ല. ഞാൻ പണ്ട് എൻ്റെ ആപ്പിളിന്റെ എല്ലാ ഡിവൈസുകളും ഉണ്ടായിരുന്നു, മാക്ബുക്കും എന്താ പറയാ ടാബും എല്ലാ സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ പണ്ടത്തെ പോലെ അല്ല, ഇപ്പൊ തീരെ പോകുന്നില്ല കേട്ടോ. ആർക്കും സെക്കൻഡ് ഫോണൊന്നും വേണ്ട. അപ്പോൾ OLX പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ റീസെന്റ് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കാറുണ്ട് ഫോൺ. അപ്പോൾ അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കണ്ടെക്കുന്ന ഒരു സംഭവമാണ്, ആപ്പിളിന്റെ ഡിവൈസുകൾ ഇപ്പോൾ തീരെ പോകുന്നില്ല OLX. ഭയങ്കരമായിട്ട് എന്താ പറയാ, ആർക്കും വേണ്ടാത്തൊരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പണ്ടത്തെ നോക്കിയൊക്കെ പോലെ ആയിട്ടുണ്ട് സാധനം. അപ്പോൾ ചാടിക്കേറി ലോകം കാണിക്കാൻ വാങ്ങിക്കുന്നവർ അതൊന്നും മാത്രം സൂക്ഷിച്ച് വെക്കാൻ മറക്കണ്ട കേട്ടോ. യൂസേജ് പർപ്പസ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വീഡിയോ പർപ്പസിനൊക്കെ ആണെങ്കിൽ സാധനം കിടിലാണ്. അപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതിന്റെ ഓവറോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ സാധനം കുഴപ്പമൊന്നുമില്ല. പക്ഷേ iOS 18 ഇറങ്ങിയ സമയത്ത് ബഗ്ഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
ഇപ്പോൾ 18 കുറേയൊക്കെ ഫിക്സ് ആയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രോബ്ലം വെച്ചാൽ ഐഫോൺ 13 സീരീസ് ഉപയോഗിക്കുന്നവർക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന അപ്ഡേറ്റിൽ അവർക്ക് കുറേ ഡിസ്പ്ലേ ഇഷ്യൂസ് വരുന്നുണ്ട്, സ്ക്രീൻ അടിച്ച് പോകുന്നുണ്ട്, വൈറ്റ് സ്ക്രീൻ ആവുന്നുണ്ട്. 15 ഒന്നും ഇതുവരെ റിപ്പോർട്ട് ആയിട്ടില്ല, 14 ഒന്നും ആയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ വന്നത്, നിങ്ങൾ 13 സീരീസ് ഒന്നും ഈ 2024 വാങ്ങിക്കണ്ട കേട്ടോ. ഇനി വാങ്ങിക്കണമെങ്കിൽ ഐഫോൺ 15 വാങ്ങിക്കാം, കുഴപ്പമൊന്നുമില്ല. ഈ ഇഷ്ടംപോലെ സുഖമായിട്ട് നമുക്ക് 2-3 കൊല്ലം സുഖമായിട്ട് ഉപയോഗിച്ച് പോകാം. എക്സെപ്റ്റ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ഇഷ്യൂസ് ഒന്നും വന്നില്ലെങ്കിൽ. ഇപ്പം എല്ലാത്തിനും വരുന്നുണ്ട്, സാംസങ് ആയാലും iOS-ലായാലും. പിന്നെയും വേദം ചൈനീസ് ബ്രാൻഡുകളാണ്, അവർ ഓഫറും സംഭവങ്ങളും വാറണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ്ട് ഇപ്പോൾ ഇഷ്ടം ആൾക്കാർക്ക് ഐഫോൺ 13 പ്രോയിലും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് 18.4 അപ്ഡേറ്റിൽ ഇഷ്ടം ആൾക്കാരുടെ ഡിസ്പ്ലേ വൈറ്റ് സ്ക്രീൻ അടിച്ച് പോയിട്ടുണ്ട്. ട്വിറ്ററിൽ കയറി തപ്പി നിങ്ങൾക്ക് കിട്ടും, യൂട്യൂബിൽ കയറി തപ്പി കഴിഞ്ഞ് കിട്ടും. ലേറ്റസ്റ്റ് വീഡിയോസ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 13 ഒന്നും ആരും വാങ്ങിക്കരുത്. ഇപ്പോഴും സാധനം ആമസോണിലൊക്കെ അവൈലബിൾ ആണ് വാങ്ങിക്കാനൊക്കെ. അപ്പോൾ അത് ഒരിക്കലും വാങ്ങിക്കരുത്. ഐഫോൺ 15 നിങ്ങൾക്ക് ഇപ്പോഴും വാങ്ങിക്കാൻ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല ഐഫോൺ 16 ആയിട്ട്. ലേറ്റസ്റ്റ് ഒരു കൊല്ലം പഴയ ഒരു ഡിവൈസ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൾ ഇന്റലിജൻസ് കിട്ടില്ല. കിട്ടില്ലാതെ ഇപ്പോൾ കാര്യമൊന്നുമില്ല. അത് നല്ല കിട്ടാണ്ടിരിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കിട്ടിയതിൽ ഏറ്റവും ബേസ്റ്റ് ഇപ്പോൾ ആപ്പിൾ ഇന്റലിജൻസ് ആണ്. ആപ്പിൾ ഇന്റലിജൻസ് നമ്മുടെ മോട്ടോറോളത്തെ 20,000 രൂപയുടെ ഫോണിലത്തെ സാധനം പോലും ഇതിനായിട്ട് സൂപ്പറാണ്. കറക്റ്റായിട്ട് ഈ റേസിംഗ് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, വേറെ കാര്യം വലിയ പറച്ചിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നോർമൽ നിങ്ങളൊരു ബഡ്ജറ്റ് റേഞ്ചിൽ, ബഡ്ജറ്റ് എന്ന് പറയാൻ പറ്റില്ല, 60,000 എന്തായാലും വരും ബേസ് വേരിയൻ്റ് അടക്കം ഐഫോൺ 15. അപ്പോൾ നോക്കുന്നുണ്ടെങ്കിൽ ഐഫോൺ 15 നിങ്ങൾക്ക് സുഖമായിട്ട് വാങ്ങിക്കാം. 16 ഞാൻ അത് 16 വാങ്ങിക്കാമെന്ന് ഞാൻ നിർബന്ധം തീരെ പിടിക്കില്ല. എന്ന് വെച്ചാൽ ഒരു ഡിഫറൻസും ഇല്ല, എക്സെപ്റ്റ് നിങ്ങൾക്ക് ആ പ്രൊസസറിന്റെ ഡിഫറൻസ് അല്ലാണ്ട്. അതും ശരിക്കും നിങ്ങൾക്ക് പ്രാക്ടിക്കലി നോട്ടീസബിൾ ഒന്നും ആവില്ല. ക്യാമറ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാലും വലിയ ഡിഫറൻസും ഇല്ല, 99% സെയിം ആണ്. അത് വെച്ചാൽ നിങ്ങൾ അതിലേക്ക് ചാടിക്കറിയാമൊന്നും പോകണ്ട. പിന്നെ നിങ്ങൾ അത്യാവശ്യം ബഡ്ജറ്റുള്ള ഒരാൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ബേസ് വേരിയന്റ് വാങ്ങിക്കരുത്, പ്രോ സീരീസ് തന്നെ വാങ്ങിക്കുക. നിങ്ങൾ പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫി ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ പ്രോ സീരീസ് തന്നെ വാങ്ങിക്കണം. ബേസ് വേരിയന്റിൽ ഫോട്ടോസ് ഒരു ആവറേജ് എന്നാ പറയാറുള്ളൂ കേട്ടോ. ബാക്കിയുള്ള ഇപ്പോഴത്തെ ചൈനീസ് ഫോണുകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ സാധനം തീരെ താഴെ എന്ന് വേണമെങ്കിൽ പറയാം. വീഡിയോ കിടിലാണ്, അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് സ്റ്റെബിലൈസേഷനൊക്കെ ഒരു രക്ഷയില്ല, കിടിലൻ തന്നെയാണ്. അങ്ങനെയൊക്കെയാണ് വീഡിയോസിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൊട്ടി 15 സീരീസ് എടുക്കാം കേട്ടോ. പിന്നെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ 256 GB വേരിയന്റ് എടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതുവരായിട്ട് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഞാൻ റീസെന്റ് കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു, കുറേ പേരുടെ ഈ ക്യാമറ റിംഗിന്റെ കളർ പോലെ ഇപ്പോഴും തുടങ്ങുന്നുണ്ട്. നമ്മുടെ 13 സീരീസിനൊക്കെ ആ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഒന്നും സ്ക്രാച്ചോ ഒന്നും ആവാണ്ട് വെറുതെ കളർ പോണ ഇഷ്യൂസ് കുറേ പേര് അന്ന് റിപ്പോർട്ടായി നിങ്ങൾ അറിയുന്നതായിരിക്കും. അതേപോലത്തെ ഇഷ്യൂസ് 15 സീരീസിനും ചിലതിനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ചെറിയ ചെറിയ ഡോട്ട് പോലെ വരുന്നൊക്കെ ഉണ്ട് കളറിന്, പ്രത്യേകിച്ച് ബ്ലാക്ക് കളറിലും ഡാർക്ക് കളർ മോഡലിലാണ് ഇത് മെയിനായിട്ട് വരുന്നത്. പ്രോ സീരീസിനും വരുന്നുണ്ട് കേട്ടോ. നോർമൽ സീരീസിന് മാത്രമല്ല പ്രോ സീരീസിനും ഈ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് അവൻ്റെ ബ്ലാക്ക് തന്നെയായിരുന്നു, പക്ഷെ അവൻ്റെ റിങ്ങുമ്മ കളർ ചെറുതായിട്ട് ഡോട്ട് പോലെ വന്നിട്ടുണ്ടായിരുന്നു. 2-3 ഡോട്ടുകൾ, മെയിൻ ഇഷ്യൂസ് സംഭവമൊന്നുമല്ല. പക്ഷെ ആ ബ്ലാക്ക് കളർ അതെന്ന് വെച്ചാൽ അങ്ങനെ വരാൻ പാടില്ലല്ലോ. അതിൻ്റെ ഒരു ഫോൺ എന്ന് പറയുമ്പോൾ ക്വാളിറ്റി വേണ്ട, ഇപ്പോൾ ഒന്നിനും ഇല്ല കാര്യം, എക്സെപ്റ്റ് ചൈനീസ് ബ്രാൻഡുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ബാക്കി നോക്കുകയാണെങ്കിൽ വീഡിയോ ക്യാമറ പെർഫോമൻസ് ഞാനൊരു ആവറേജ് എന്നാ പറയുള്ളൂ. ഫോട്ടോ വീഡിയോ കിടിലാണ്, ഡിസ്പ്ലേ നല്ലതാണ്, പക്ഷേ 60 Hz ഉള്ളൂ. പക്ഷേ ഗെയിമിംഗ് കളിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഒരു പ്രോബ്ലം ആയിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വലിയ ഇഷ്യൂസ് ഒന്നും തോന്നില്ല. ഞാൻ പറയുമ്പോൾ ബാക്കി എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളും 120 Hz എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ പക്ഷേ ഗെയിമിംഗ് ഒന്നും കളിക്കാറില്ല, അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഗെയിമിംഗ് കളിക്കുമ്പോൾ ഞാൻ ട്രൈ നോക്കിയപ്പോഴും വലിയ പ്രോബ്ലം ഒന്നും കണ്ടില്ല, പെർഫോമൻസും ഇഷ്യൂസും സംഭവമൊന്നുമില്ല. പക്ഷേ കുറേ പേര് പറയും ഐഫോൺ സ്റ്റക്ക് ആവില്ല എന്നൊക്കെ പറയട്ടെ. ഇഷ്ടം പോലെ സ്റ്റക്ക് ആവും, അത് നിങ്ങൾ കേൾക്കാൻ നോക്കണ്ട. ഇപ്പൊ സുഖമായിട്ട് സ്റ്റക്ക് ആവുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ 18.4 മുമ്പ് ഇഷ്ടം പോലെ പ്രാവശ്യം സ്റ്റക്ക് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കുറെ എന്താ പറയുക, ഈ പൊട്ടന്മാരായിട്ടുള്ള ഫാൻസുകളില്ല, അവർ പറയുന്നത് അത് കേട്ടിട്ടൊന്നും സ്റ്റക്ക് ആവില്ല വെച്ചിട്ട് കുറെ പേര് ഈ ആദ്യമായിട്ട് ഫോൺ എടുക്കാൻ പോകുന്നവർ അതൊക്കെ കേട്ടിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ പ്രൈവസി ഇഷ്യൂസ് ഒന്നും ഇല്ല. അപ്പൊ നിങ്ങൾ അതിന്റെ ഓൾറെഡി വീഡിയോ ഒക്കെ കണ്ടിട്ടായിരിക്കും. ഒരു പ്രൈവസി പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലീക്ക് ആയിരിക്കുന്നത് ഐഫോണിലാണ്. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, ന്യൂസ് അറിയുന്നവർക്കൊക്കെ അറിയുന്നതായിരിക്കും. അപ്പോൾ ഒരു iOS എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക്, ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ എന്താ പറയുക വീഡിയോ പർപ്പസിന്, വീഡിയോ എടുക്കാൻ പർപ്പസിന്, അങ്ങനത്തെ ഉള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാറ്ററി ബാക്കപ്പ് നോക്കുന്നവർക്ക്, അങ്ങനത്തെ ഒക്കെ ഉള്ള ആൾക്കാർ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ഫോൺ വേണം, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഐഫോൺ 15 സീരീസ് ഇപ്പോഴും എടുക്കാം. 15 മാത്രമല്ല 16, പക്ഷേ 16 പ്രൈസ് കൂടുതലാണ്. എനിക്ക് തോന്നുന്നു പ്രൈസ് കുറഞ്ഞിട്ടൊന്നുമില്ല എന്നാണ് തോന്നണേ. എന്താ വെച്ചാൽ നമുക്ക് ഇത് ഞാൻ ആമസോൺ ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ കൂടുതലാണ് കേട്ടോ. ഐഫോൺ 16 പ്രൈസ് എനിക്ക് തോന്നുന്നു 80 സംതിങ് ആണെന്ന് തോന്നുന്നു. 82 ഒക്കെ വരുന്നുണ്ട്. 256 GB ഐഫോൺ 16E ഒന്നും എടുക്കരുത് കേട്ടോ. കൂറ സാധനമാണ്, 56 രൂപയ്ക്ക് ആ സാധനം പോയി എടുക്കരുത്. തല്ലിപ്പൊളി സാധനമാണ് അത്. ആൾക്കാരെ പറ്റിക്കാൻ, ഇന്ത്യക്കാരെ പറ്റിക്കാൻ സുഖമാണുള്ള പറ്റിക്കാൻ, അതുകൊണ്ട് ഇറക്കിക്കുന്നതാണ്. അപ്പോൾ ഐഫോൺ 16 സീരീസ് 256 GB 128 GB ഒക്കെ ഔട്ട് ഓഫ് സ്റ്റോക്കായി. 256 GB 83 രൂപയൊക്കെ വരുന്നുണ്ട്. അത് കുറച്ച് ഓവറാണ്. 15 ഐഫോൺ 15 256 GB ആണെങ്കിൽ നമുക്കൊരു
65 അയ്യോ 71 വരുന്നുണ്ട് കേട്ടോ. 10,000 രൂപ കൂടുതൽ വരുന്നുണ്ട് 128 GB കൂടുമ്പോൾ. ഇമാരെ എന്ത് പ്രൈസിങ് ആണ് കാണിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് 128 GB അല്ലെങ്കിൽ 256 GB എടുക്കാട്ടാ. അപ്പോൾ 220 GB ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത് കൊടുക്കാൻ നോക്കുന്നുണ്ട്. വിത്ത് നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്ര ആരെങ്കിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറയാൻ മറക്കണ്ട. ഞാൻ അത് രണ്ടും കൂടിയിട്ട് ഒരു 50,000 രൂപയ്ക്ക് 80,000 കൂടി കൊടുക്കുന്നുണ്ട്. ഔട്ട് ഓഫ് ബോക്സ് കണ്ടീഷൻ ഉണ്ട്, ഒരു ഇഷ്യൂസ് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ ബാറ്ററി ഒക്കെ 100% ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. പിന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ബാറ്ററി. അവിടെ ബാറ്ററി ഹെൽത്ത് എന്താ മാക്സിമം കപ്പാസിറ്റി 100% ഉണ്ടോ. 179 ചാർജിങ് സൈക്കിൾ കൗണ്ടാണ് അയക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. എന്താ ഫസ്റ്റ് യൂസ് വന്നിരിക്കുന്നത് മെയ് 2024 അപ്പോൾ ഈ മെയ് 2025 ഇത് 1 year ആവുക. അപ്പോൾ അത്രയും വാറണ്ടി ഇനി ബാക്കിയുണ്ടെന്ന് മാത്രം. അപ്പോൾ ഒരു മാസം മെയ് 24th 26th ഒക്കെയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 40 ദിവസം എന്നൊക്കെ പറയാം. 40 ദിവസം കൂടി വാറണ്ടി ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മറക്കണ്ട, നമ്മുടെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ആപ്പിൾ വാച്ച് അൾട്ര ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങളോട് ഞാൻ എൻ്റെ സംഭവം കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ. ഞാനപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. നമ്മുടെ 2 ചാനൽസ് വളരെ കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ആവശ്യങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ വെക്കുന്നതാണ്. നമ്മുടെ 3ാമത്തെ ചാനൽ വളരെ കണ്ടുപോകുക, ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി, ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോ കാണാം.